ഇതിനകത്ത് മാത്സിലെ അതീവമായിട്ടുള്ള നോളജ് വേണോ? വേണ്ട. സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്ന ഒരുത്തന് മത്സര പരീക്ഷകളിലെ മാത്സിലെ മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ പറ്റും. അതിന്റെ ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ അറിഞ്ഞു വെച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പോകണം. അത്രേ ഉള്ളൂ. എടാ, ശരാശരി 56 ആണെങ്കിൽ ആ ഓരോ സംഖ്യയും 56 ആണെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ്. നിങ്ങൾ കൂടുതൽ കാടുകയറി ചിന്തിക്കണ്ട. എടാ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇന്നത്തെ ക്ലാസ്. കാരണം ഒന്നും അറിയാത്ത ആദ്യമായിട്ട് CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ഇന്നൊരു ടോപ്പിക് അങ്ങ് പഠിപ്പിക്കാൻ പോവാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന CSEB പരീക്ഷകൾക്കെല്ലാം നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ CSEB പരീക്ഷകളുടെ പ്രത്യേകതകളെല്ലാം തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിങ്ങനെ ഓരോ ഡ്യൂറേഷൻ കൂടുന്തോറും നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ ഓരോരുത്തരും പരീക്ഷ എഴുതുന്നു. മാർക്കിലൊക്കെ വലിയ കാര്യമായ മാറ്റം വന്ന് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് ഈ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എഴുതുന്ന പരീക്ഷ ചിലപ്പോൾ ഒരുപക്ഷെ വിജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് പരീക്ഷകളൊക്കെ എഴുതി കഴിയുമ്പോൾ അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നമ്മളൊരു യാത്ര ഫിക്സ് ചെയ്തുകൊണ്ട് ആ യാത്രയിൽ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന പരാജയങ്ങളെല്ലാം അതെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നീങ്ങേണ്ടത് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ട ഒന്നാമത്തെ പോയിന്റാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു യാത്രയില് നിങ്ങൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ പരാജയങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഈ ഒരു യാത്രയിലെ നിങ്ങൾക്ക് അത്തരം പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നിങ്ങളുടെ യാത്രയിൽ ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ ലക്ഷ്യത്തോടു കൂടി, വലിയ ആത്മവിശ്വാസത്തോടു കൂടി, ദൃഢനിശ്ചയത്തോടു കൂടി പരീക്ഷയെ അഭിമുഖീകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ 2026, 2027 കൂടി എഴുതുന്ന ഈ പറയുന്ന CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയോടുകൂടി നിങ്ങളുടെ വിജയം അവിടെ തുടങ്ങുകയാണ്. ജീവിതത്തിലെ ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കുവാൻ കൂടി ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ അടുത്ത CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷകൾ തുടങ്ങുന്നത് ഡിസംബർ 29-ാം തീയതിയാണ്. ഡിസംബർ 29-ാം തീയതി തുടങ്ങി ജനുവരി മാസം മൊത്തത്തിൽ നടന്ന്, ജനുവരി മാസത്തിലെ ഓരോ ഞായറാഴ്ചകളിലും പരീക്ഷ നടന്ന് ഫെബ്രുവരി മാസത്തിന്റെ 2ാമത്തെ ആഴ്ചയോടുകൂടി വരാൻ പോകുന്ന അടുത്ത CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷ അവസാനിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞു പോയ പരീക്ഷകളൊക്കെ നമ്മൾ എഴുതി മാറിയിട്ടുണ്ടാകാം. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ 50 മാർക്ക് കിട്ടിയവരുണ്ടാകാം, 55 വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്, 60ലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്, 65ലേക്ക് വന്നവരുണ്ട്, 80ലേക്ക് എത്തിയവർ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു യാത്രയിലെ മാർക്ക് പെട്ടെന്ന് നമുക്ക് കയറി വരത്തില്ല. നിങ്ങൾ പതിയെ മുമ്പോട്ട് പോയിട്ട് ഏറ്റവും അവസാനം മാത്രമാണ് നമുക്ക് അങ്ങനെ നമ്മൾക്ക് കട്ട് ഓഫ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ ലക്ഷ്യത്തോടു കൂടി, വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ മാത്സിന്റെ മറ്റൊരു സെഷനിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നിങ്ങളൊരു CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെന്ന് കരുതുക. നമുക്കറിയാം മാത്സിനകത്ത് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളതെന്ന് നമുക്കറിയാം. ആ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണെന്ന് നമുക്കറിയാം. ഇതാണ്ടേ, നമ്പേഴ്സിൽ തുടങ്ങി ആവറേജിൽ വരെ നീണ്ടു നിൽക്കുന്ന 9 ചാപ്റ്ററുകളും, അതേപോലെ തന്നെ സീരീസിൽ തുടങ്ങി ക്ലോക്ക് ആൻഡ് കലണ്ടർ എന്ന് പറയുന്ന അത്രയും വരെ നീണ്ടു നിൽക്കുന്ന മറ്റ് നമ്മുടെ ഈ പറയുന്ന രീതിയിലുള്ള കുറച്ച് 13 ചാപ്റ്റർ കൂടിയുണ്ട്. അങ്ങനെ മൊത്തത്തില് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ പറയുന്ന മാത്സും റീസണിങ്ങും കൂടെ ചേർന്നിട്ട് മൊത്തത്തിലെ 20 ടോപ്പിക്കുകളാണ് നമുക്ക് പഠിച്ചു മാറാനുള്ളത്. സോ 20 ടോപ്പിക്കിൽ നിന്നുള്ള ഏതെങ്കിലും 10 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ
എല്ലാ ചാപ്റ്ററും പഠിക്കണം. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിന്റെ ബേസ്മെന്റ് തുടങ്ങി കഴിഞ്ഞുപോയ CSEB നടത്തിയ വിവിധ പരീക്ഷകളിലെ ഏത് നിലവാരത്തിൽ വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മുൻ വർഷ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു കാലയളവിലെ ചെയ്തു പഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അല്ലാതെ വെറുതെ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ആ ടോപ്പിക്ക് ആദ്യം പഠിച്ചു മാറണം. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു 6-7 ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 6-7 ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം എടുക്കുക കഴിഞ്ഞ 2 വർഷത്തിലെ നമ്മുടെ ബോർഡ് നടത്തി മാറിയ വിവിധ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകളിലോ അല്ലെങ്കിൽ സെക്രട്ടറി പോലെയുള്ള പരീക്ഷകൾക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ബോർഡ് നടത്തി മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കിയിട്ട് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും കണ്ടുപിടിച്ച് അത് ചെയ്തു പഠിക്കുമ്പോഴാണ് സാധാരണ ഒരു ഉദ്യോഗാർത്ഥി ആ ഒരു ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആവുന്നത്. അങ്ങനെ വേണം നിങ്ങൾ ഓരോ ചാപ്റ്ററുകളും മുമ്പോട്ട് പഠിച്ചു പോകാൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ പെട്ടെന്ന് പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അല്ലെങ്കിൽ കാലിബർ ഉള്ളവരായിരിക്കണം. നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ, അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആ ഒരു യോഗ്യത നേടിയതിനു ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ എല്ലാ ടച്ചും വിട്ടുപോയിട്ടുണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ തുടങ്ങുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി സിലബസ് കയ്യിലെടുത്ത് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് പണ്ട് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ആ സിലബസിനകത്ത് കിടപ്പുണ്ട്, പക്ഷെ നമുക്കൊന്നും അറിയത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ മാത്സിന്റെ കാര്യത്തില് നമുക്കറിയാം 10 മാർക്കാ, ഇംഗ്ലീഷ് 10 മാർക്കാ, GK 10 മാർക്ക്. അവിടെയാണ് ആ 3 വിഷയങ്ങളിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മാർക്ക് കുറയാൻ സാധ്യത. അതിലെ ആ 3 വിഷയങ്ങളിലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്നത് മാത്സിനകത്തായിരിക്കും. ബാക്കിയെല്ലാം പിന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. മാത്സ് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പ്രോബ്ലങ്ങൾ കുറെ ചെയ്ത് പഠിക്കാനുണ്ട്. കാണാപ്പാടം പഠിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ GK ആണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് മഗപ്പ് ചെയ്തുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോകാം. റൂൾസ് ഉണ്ടാവും ഇംഗ്ലീഷിനകത്ത്, അതല്ലെങ്കിൽ ചെയ്തു പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ മാത്സിന്റെ കാര്യത്തില് നിങ്ങൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററിലെയും കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരൊറ്റ തവണ പഠിക്കുമ്പോൾ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് CSEB നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കാരണം പുതുതായിട്ട് നിങ്ങളൊന്നും പഠിക്കേണ്ടി വരുന്നില്ല. ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോയാൽ മതിയാവും. ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്സിനകത്തെ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്തു പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ചെയ്തു മാറാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരും പറയുന്നൊരു കാര്യം, സാറേ ഞങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ വീട്ടിലെത്തി കഴിയുമ്പോൾ ഇതിനെല്ലാം ആൻസർ കിട്ടുന്നുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യുന്നില്ല എന്നാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. എടാ, സ്ഥിരമായിട്ട് വീട്ടിലിരുന്ന് ചെയ്ത് പഠിച്ച് എക്സാം ഹാളിലേക്ക് പോവുകയാണെങ്കിൽ മാത്സ് നിങ്ങൾക്ക് കാണുമ്പോഴേ ക്വസ്റ്റ്യൻ കാണുന്നതിന് മുമ്പേ നിങ്ങൾ തന്നെ വിചാരിക്കും ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഒന്നാമത്തെ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസറും കിട്ടും. സോ അങ്ങനെ സ്ഥിരമായിട്ട് സ്ഥിരോത്സാഹത്തോടു കൂടി വലിയ ദൃഢനിശ്ചയത്തോടു കൂടി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ 2026, 2027 കൂടി സഹകരണ മേഖലയിലേക്കുള്ള നിങ്ങളുടെ ജോലി എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയും. ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒരു ഉദ്യോഗാർത്ഥി ആദ്യമായിട്ട് അവൻ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നു, അവന് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക് ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ 9ന്റെ കൂടെ 3 കൂട്ടിയാൽ 12, 12ന്റെ കൂടെ 3 കൂട്ടിയാൽ 15, 15ന്റെ കൂടെ 3 കൂട്ടിയാൽ 18, 18ന്റെ കൂടെ 3 കൂട്ടിയാൽ 21, 21ന്റെ കൂടെ 3 കൂട്ടിയാൽ 21. സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിക്ക്. 9ഉം 24ഉം കൂടെ കൂട്ടിയാൽ എത്ര? 24, 9ഉം കൂടെ കൂട്ടിയാൽ 33. ആ 33ന്റെ പകുതി എത്ര എന്ന് ചോദിച്ചാല് 33ന്റെ പകുതി ദാ പിടിച്ചോ 16.5. 33ന്റെ പകുതി എത്ര എന്ന് ചോദിച്ചാൽ 16.5 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തി എന്തൊക്കെയോ ഒന്നും കൂടെ പറയാം. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ മിഡിൽ നമ്പർ ആയിരിക്കും എല്ലായ്പ്പോഴും ആവറേജ്. അല്ലെങ്കിൽ ആദ്യ പദവും അവസാനം കിടക്കുന്നവനും കൂടെ കൂട്ടുക, പകുതി എടുക്കുക. ഓക്കെയാണേ? ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 30 നാച്ചുറൽ നമ്പേഴ്സിന്റെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. മക്കളെ, ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ, എടാ എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് ഒരു 0.5 കൂട്ടിയാൽ മതി. പറഞ്ഞേ, എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക, എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക, എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. ചോദിക്കുന്നു ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ, എടാ കുഞ്ഞുങ്ങളെ 30ന്റെ പകുതി എത്ര? 30ന്റെ പകുതി 15. ആ 15ന്റെ കൂടെ 0.5 കൂടെ കൂട്ടിയാൽ ദാ പിടിച്ച ഉത്തരം ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് കിട്ടി 15.5. കണ്ടോ, എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് ഒരു 0.5 കൂടെ കൂട്ടിക്കഴിഞ്ഞാല് ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്നുള്ള ചോദ്യത്തിന് ഉത്തരം റെഡിയായി. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ദാ പിടിച്ചു. നടേ, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? വീഡിയോ പോസ് ചെയ്യും. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. എണ്ണം 50, 50ന്റെ പകുതി 25, 25ന്റെ കൂടെ ഒരു 0.5 കൂടെ കൂട്ടിയാൽ ദാ പിടിച്ച ഉത്തരം 25.5. ഇതിനകത്ത് മാത്സിലെ അതീവമായിട്ടുള്ള നോളജ് വേണോ? വേണ്ട. സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്ന ഒരുത്തന് മത്സര പരീക്ഷകളിലെ മാത്സിലെ മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ പറ്റും. അതിന്റെ ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ അറിഞ്ഞു വെച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പോകണം. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. ആണേ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. മക്കളെ, ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാല്, എടാ കുഞ്ഞുങ്ങളെ, ആ എണ്ണം ഉണ്ടല്ലോ അതിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. എന്തു പറഞ്ഞത്? എണ്ണത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ആവറേജ് ഓഫ് ഫസ്റ്റ് 40 ഈവൻ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ദാ പിടിച്ചു, 40ന്റെ കൂടെ 1 കൂട്ടടാ. 40ന്റെ കൂടെ 1 കൂട്ടിയാൽ നമ്മുടെ ആൻസർ 41. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാല് ആ എണ്ണത്തിന്റെ കൂടെ 1 കൂട്ടുക എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ദാ ആദ്യത്തെ 70 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പൊ നിങ്ങൾ പറയും, സാറേ ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാല് എണ്ണത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. 70ന്റെ കൂടെ 1 കൂട്ടിയാൽ നിങ്ങൾ പറഞ്ഞു ആൻസർ ശരിയാണ്, 71. ഇത്ര ഉള്ളു പരിപാടി. സിമ്പിൾ അല്ലേ? അങ്ങനാണെങ്കിൽ ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ആവറേജ് ഓഫ് ഫസ്റ്റ് 40 ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ആ എണ്ണം തന്നെയായിരിക്കും ആൻസർ. ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ 40 തന്നെയാണ്. ആൻസർ 40. അപ്പോൾ ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. ഓക്കെ ആണേ. ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാല് ആ എണ്ണത്തിന്റെ കൂടെ 1 കൂട്ടുക. ഓക്കെ ആണോ? ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാല് ആ എണ്ണം തന്നെ ആയിരിക്കും ആൻസർ. ഇത്രയും പോയിന്റ് ക്ലിയർ ആയോ? ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ബോക്സ് ഇട്ട് അങ്ങോട്ട് എഴുതി വെച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതാ പിടിച്ചു. ആദ്യത്തെ 60 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? മക്കളെ, ആദ്യത്തെ 60 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന ചോദ്യം. ആൻസർ എല്ലാവർക്കും കിട്ടി. ഉത്തരം 60. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 1000 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ഉത്തരം 1000. ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാല് ആ എണ്ണം തന്നെ ആയിരിക്കും ആൻസർ എന്ന് വൃത്തിയായിട്ട് എഴുതി വെച്ചോണം. അങ്ങനെയാണെങ്കിൽ 5ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. 5ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? 5ന്റെ ആദ്യ ഗുണിതം എത്ര?
5ന്റെ ആദ്യ ഗുണിതം എത്ര? 5 × 1 5. 5ന്റെ രണ്ടാമത്തെ ഗുണിതം എത്ര? i2 10. 5ന്റെ മൂന്നാമത്തെ ഗുണിതം എത്ര? i3 15. അങ്ങനെ പോയി 5ന്റെ 20ാമത്തെ ഗുണിതം കൂടി വേണം. 5ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളാണ് പരിഗണിക്കേണ്ടത്. 5ന്റെ ഒന്നാമത്തെ ഗുണിതം 5, i2 10, i3 15, i4 20. അങ്ങനെ പോയി 5ന്റെ 20ാമത്തെ ഗുണിതം വേണമെങ്കിൽ 5നെ 20 കൊണ്ട് ഗുണിക്കുക. 5നെ 20 കൊണ്ട് ഗുണിച്ചാല് 100. കണ്ടോ? ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. എടാ, ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. സമാന്തര ശ്രേണിയല്ലേ? 5 വീതം കൂടി പോവുകയാണ്, അതുകൊണ്ട് സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂട്ടുക, പകുതി എടുക്കുക. ആദ്യ പദം 5, അവസാന പദം 100. 100 5 കൂടെ കൂട്ടിയാൽ 105. 100 5 കൂടെ കൂട്ടിയാൽ 105. ആ 105ന്റെ പകുതി എടുക്കുക. എടാ, 105ന്റെ പകുതി 105ന്റെ പകുതി 105ന്റെ പകുതി 52.5. ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടുക, പകുതി എടുക്കുക. ആദ്യ പദം 5, അവസാന പദം 100. 5 100 കൂടെ കൂട്ടിയാൽ 105. 105ന്റെ പകുതി 52.5. പരിപാടി കഴിഞ്ഞു. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും 9ന്റെ ആദ്യത്തെ 40 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? ആവറേജ് ഓഫ് ഫസ്റ്റ് 40 മൾട്ടിപ്പിൾസ് ഓഫ് 9. 9ന്റെ ആദ്യത്തെ 40 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 9ന്റെ ആദ്യ ഗുണിതം 9 × 1 9. 9ന്റെ രണ്ടാമത്തെ ഗുണിതം 9 × 2 18. 9ന്റെ മൂന്നാമത്തെ ഗുണിതം 9 × 3 27. അങ്ങനെ പോയി 9ന്റെ 40ാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാല് 9നെ 40 കൊണ്ട് ഗുണിക്കുക. 9നെ 40 കൊണ്ട് ഗുണിച്ചാൽ 360. 9നെ 40 കൊണ്ട് ഗുണിച്ചാൽ 360. ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. സമാന്തര ശ്രേണിയാണ്, അതുകൊണ്ട് ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടുക, പകുതി എടുക്കുക. ആദ്യ പദം 9, അവസാന പദം 360. 360ഉം 9ഉം കൂടെ കൂട്ടിയാൽ 369. ആ 369ന്റെ പകുതി 369ന്റെ പകുതി 369ന്റെ പകുതി 184.5. 369ന്റെ പകുതി 369ന്റെ പകുതി 184.5. 184.5. ക്ലിയർ ആണ്? സമാന്തര ശ്രേണി ആയതുകൊണ്ട് ആദ്യ പദവും അവസാന പദവും കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി എന്ന് ഓർത്തിരിക്കണം. സോ അങ്ങനാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7, 14, 21 എക്സെട്രാ 105 എന്ന സമാന്തര ശ്രേണിയുടെ മധ്യപദം അല്ലെങ്കിൽ മിഡിൽ നമ്പർ കാണാനാണ് ചോദ്യം. സ്ഥിരം ചോദ്യമാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എപ്പോഴും കാണുന്ന ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിന്റെ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിന്റെ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. എഴുതി വെക്ക്. ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദം അല്ലെങ്കിൽ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ആദ്യ പദവും അവസാന പദവും കൂട്ടുക, പകുതി എടുക്കുക. ആദ്യ പദവും അവസാന പദവും കൂട്ടുക, പകുതി എടുക്കുക. ആദ്യ പദവും അവസാന പദവും കൂട്ടുക, പകുതി എടുക്കുക. അങ്ങനെയാണെങ്കിൽ 7ഉം 105ഉം കൂടെ കൂട്ടിയാൽ 112. 112ന്റെ പകുതി 56. സെറ്റ്. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഒന്നും കൂടെ പറയാം. ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടുക, പകുതി എടുക്കുക. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ താണ്ടെ 6, 12, 18 എക്സെട്രാ അങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി എവിടം വരെയാ? 66 വരെ. ഈ സമാന്തര ശ്രേണിയുടെ മധ്യപദം അല്ലെങ്കിൽ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം.
സമാന്തര ശ്രേണി ആയതുകൊണ്ട് ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ആദ്യ പദം 6, അവസാന പദം 66. മക്കളെ 66 6 കൂടെ കൂട്ടിയാൽ 72. എടാ 72ന്റെ പകുതി എത്ര? 72ന്റെ പകുതി 36. ആൻസർ 36, 36. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി എന്ന് വൃത്തിയായിട്ട് ഓർമ്മയിൽ സൂക്ഷിച്ചോണം. സോ അങ്ങനെയാണെങ്കിൽ ദാണ്ടേ അടുത്തൊരു ക്വസ്റ്റ്യൻ, എല്ലാവർക്കും തെറ്റുന്നൊരു ചോദ്യമോ, എപ്പോഴും കാണുന്ന ഒരു ചോദ്യമോ. 57, 49, 53, y 62 എന്നീ സംഖ്യകളുടെ ശരാശരി 56 ആണെങ്കിൽ മക്കളെ വൈയുടെ വില എത്ര എന്നാണ് ചോദ്യം. എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാണ്. അതായത് കുറെ സംഖ്യകൾ നിങ്ങളുടെ മുമ്പിൽ തരും. അങ്ങനെ കുറെ സംഖ്യകൾ തന്നിട്ട് അതിലെ ഒരു നമ്പർ മാത്രം മിസ്സിംഗ് ആയിരിക്കും. ആ മിസ്സായി പോയ നമ്പർ ഏതാണെന്ന് ചോദിക്കുമാര്. പക്ഷെ ആവറേജ് തന്നിട്ടുണ്ട്, അതാണ് പ്രത്യേകത. അപ്പൊ ഒന്നുകൂടെ പറയാം, കുറെ സംഖ്യകൾ നിങ്ങളുടെ മുമ്പിൽ തരും, അതിലെ ഒരെണ്ണം മിസ്സിംഗ് ആയിരിക്കും. എന്നിട്ട് ഇത്രയും പേരുടെ ശരാശരിയും തരും. സോ ആ മിസ്സായി പോയ നമ്പർ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ അറിയോ? ശരാശരി അവർ തരുമല്ലോ, ഉറപ്പായിട്ടും തരും ശരാശരി. ആ ശരാശരി എത്ര ആണോ, എത്ര? 56. താണ്ടേ സംഖ്യ അങ്ങോട്ട് എഴുതണം. താണ്ട് ഇങ്ങോട്ട് നോക്ക്, വേറെ മെതഡാ, ട്രിക്കാ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യണം പരീക്ഷയ്ക്ക്. അല്ല തുക ബൈ എണ്ണം എടുക്കാൻ പോകരുത്, അത് മണ്ടത്തരോ, സമയം പോവും. ഞാൻ ഈ പറയുന്ന ഐഡിയ ഉപയോഗിക്കണം. താണ്ടേ ഫസ്റ്റ് നമ്പർ ഏതാ? 57 അല്ലേ? അടുത്ത ഏതാ? 49. അടുത്ത ഏതാ? 53. അടുത്തതോ y. അടുത്തത് 62. ഇത്രയും സംഖ്യകളാണ് ഉള്ളത്. ശരാശരി 56 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഓരോ സംഖ്യയും 56 ആണെന്നാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെ സാറേ ശരിയാവുന്നത്? അങ്ങനെയാണ്, അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ അറിയണ്ട. എടാ ശരാശരി 56 ആണെങ്കിൽ ആ ഓരോ സംഖ്യയും 56 ആണെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം, അങ്ങനെയാണ്. നിങ്ങൾ കൂടുതൽ കാടുകയറി ചിന്തിക്കണ്ട. ശരാശരി 18 ആണെങ്കിൽ ആ ഓരോ സംഖ്യയും 18 ആണ്. ശരാശരി 35 ആണെങ്കിൽ ആ ഓരോ സംഖ്യയും 35 ആണ്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ശരാശരി എത്ര? 56. അപ്പൊ ഓരോ സംഖ്യയും 56 തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. ചോദ്യകർത്താവ് പറയുന്നു 57, നമ്മൾ പറയും അല്ല, എന്തുവാ 56. ചോദ്യകർത്താവ് പറയുന്നു 57, നമ്മൾ പറയും അല്ല 56. അതായത് മക്കളെ 56 വരേണ്ടതിന് പകരം എത്ര വന്നു? 57. എടാ 56 വരേണ്ടത്, 56 വരേണ്ടതിന് പകരം 57 ആണ് വന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ഒന്ന് കൂടുതലല്ലേ ഇവിടെ? ഒന്ന് കൂടുതൽ. എന്തുവാ? ഒന്ന് കൂടുതലാണ്. അടുത്തത് 56 വരേണ്ടതിന് പകരം 49 ആണ് വന്നതെങ്കിലോ? 56 വരേണ്ടതിന് പകരം 49 ആണ് വന്നതെങ്കിൽ 7 കുറവാ. 7 കുറവാ. 7 കുറവാണ്. 7 കുറവാണ്. അടുത്തത് പിടി. 56 വരേണ്ടതിന് പകരം 53 ആണ് വന്നതെങ്കിലോ? 3 കുറവാ. 56 വരേണ്ടതിന് പകരം 53 ആണ് വന്നതെങ്കിൽ 3 കുറവാണ്. 3 കുറവാണ്. അടുത്തത് എനിക്കറിയില്ല. അടുത്ത വയ്യ, അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. ഒന്നും കൂടെ പിടി. അടുത്ത പിടി. 56 വരേണ്ടതിന് പകരം 62 ആണ് വന്നതെങ്കിലോ? 56 വരേണ്ടതിന് പകരം 62 ആണ് വന്നതെങ്കിൽ 6 കൂടുതലാണ്. 6 കൂടുതലാണ്. 6 കൂടുതലാണ്. അപ്പൊ ഇവിടെ 6 കൂടുതലാ. ഓക്കെ, ഇനി നോക്കിക്കോണേ. നോട്ടെ എടാ, ഈ +6 +1 കൂടെ ചേർന്ന എത്ര? +6 +1 കൂടെ ചേർന്ന എത്ര? +7 അല്ലേ? ആ +7 ഈ കിടക്കുന്ന -7 കൂടെ കളയാൻ പറ്റത്തില്ലേ? ഇവിടെ ഒരു +6, ഇവിടെ ഒരു +1. +6 +1 കൂടെ ചേർന്ന +7. ആ +7 ഈ -7 കൂടെ നമുക്ക് ധൈര്യപൂർവ്വം വെട്ടിക്കളയാം. ബാക്കി എന്നാ ഉണ്ട്? -3.
സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഒരു സംഖ്യ വരണം, വെട്ടിക്കളയാൻ പറ്റണം, തുല്യമാക്കണം. കൂടുതലും കുറവും വരാത്ത രീതിയിൽ തുല്യമാക്കണം. അത് അങ്ങനെയാണ്, അതിന്റെ രീതി അങ്ങനെ. അപ്പൊ നിങ്ങൾ പറയും, സാറേ ബാക്കി നിൽക്കുന്നത് -3 അല്ലേ? അപ്പൊ ഇവിടെ ആര് വരണം? +3 വരണം. എങ്കിലല്ലേ ഈ -3 ഈ +3 കളയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ +3. അതായത് ഇവിടെ വരേണ്ട സംഖ്യ ഉണ്ടല്ലോ, അവൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ നമ്പറിനേക്കാളും 3 കൂടുതലായിരിക്കും. ആക്ച്വൽ നമ്പർ എന്ന് പറഞ്ഞാൽ 56 അല്ലേ? അപ്പോ അവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാല് 56ന്റെ കൂടെ 3 കൂട്ട്. 56ന്റെ 3 കൂട്ടിയ എത്ര? 56ന്റെ കൂടെ 3 കൂട്ടിയാൽ നമ്മുടെ ആൻസർ 59. ഇത്രയുള്ള പരിപാടി. എന്നുള്ള പറയട്ടെ, അത് കേക്ക്. ശരാശരി എത്രടാ? ശരാശരി 56 ആണെങ്കിൽ ആ ഓരോ സംഖ്യയും 56 ആണെന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണേ? ചോദ്യകർത്താവ് പറയുന്നു 57. 57 എന്ന് പറയുമ്പോൾ നമ്മൾ പറയും 56 ആണ് വരേണ്ടത്. 56 വരേണ്ടതിന് പകരം 57 ആണ് വന്നതെങ്കിൽ 1 കൂടുതലാണ്. 56 വരേണ്ടതിന് പകരം 49 ആണ് വന്നതെങ്കിൽ 7 കുറവാ. 56 വരേണ്ടതിന് പകരം 53 ആണ് വന്നതെങ്കിൽ 3 കുറവാ. 56 വരേണ്ടതിന് പകരം 62 ആണ് വന്നതെങ്കിൽ 6 കൂടുതലാണ്. അവിടെ കിടക്കുന്ന +6ഉം ഇവിടെ കിടക്കുന്ന +1 കൂടെ ചേർന്നാൽ +7. ആ +7ഉം ഈ -7ഉം കൂടെ കളയാം. ബാക്കി മിച്ചം നിൽക്കുന്നത് -3. ആ -3ന്റെ കൂടെ ഒരു +3 കൂടെ വരുവാണെങ്കിൽ സെറ്റ്. അതായത് ഇവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ +3 ആണ്. +3 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ നമ്പറിനേക്കാൾ 3 കൂടുതൽ. ആക്ച്വൽ നമ്പർ എന്ന് പറഞ്ഞാൽ 56. അപ്പൊ അവിടെ വരേണ്ട സംഖ്യ ഏതാ? 56 3 59 സെറ്റ്. ഇത്രയുള്ള പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ ഇതാ പിടി അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്നും ചെയ്ത് എല്ലാവരും ഇതാണ്ടേ. സംഖ്യകള് ഒന്നാമത്തവൻ 22, അടുത്തവൻ 13, തൊട്ടടുത്ത് കിടക്കുന്നവൻ 18, അടുത്തവൻ x, അതിനടുത്തവൻ 14, അതിനടുത്തവൻ 9. ശരാശരി 16. ശരാശരി 16 ആണെങ്കിൽ ഓരോ സംഖ്യയും 16 ആണെന്നാണ് അർത്ഥം. ഒന്നും കൂടെ, ശരാശരി 16 ആണെങ്കിൽ ആ ഓരോ സംഖ്യയും 16 ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ചോദ്യകർത്താവ് പറയുന്നു 22. നമുക്കറിയാം 16 ആണ് വരേണ്ടത്. 16 വരേണ്ടതിന് പകരം 22 ആണ് വന്നതെങ്കിൽ എത്ര കൂടുതലാ? 6 കൂടുതൽ. അപ്പൊ ഇവിടെ 6 കൂടുതലാണ്. ഒന്നും കൂടെ അടുത്തത്, 16 വരേണ്ടതിന് പകരം 13 ആണ് വന്നതെങ്കിലോ? 16 വരേണ്ടതിന് പകരം 13 ആണ് വന്നതെങ്കിൽ 3 കുറവാ. അപ്പൊ ഇവിടെ 3 കുറവാണെന്ന് മനസ്സിലായി. അടുത്തത്, 16 വരേണ്ടതിന് പകരം 18 ആണ് വന്നതെങ്കിലോ? 16 വരേണ്ടതിന് പകരം 18 ആണ് വന്നതെങ്കിൽ 2 കൂടുതലാ. 2 കൂടുതൽ. പിന്നെ ഇതിന് നമുക്ക് ധാരണയില്ല, കളെ. അടുത്തത്, 16 വരേണ്ടതിന് പകരം 14 ആണ് വന്നതെങ്കിൽ 2 കുറവാണ്. 2 കുറവാണ്. 16 വരേണ്ടതിന് പകരം 9 ആണ് വന്നതെങ്കിൽ 7 കുറവാ. 7 കുറവ്. 7 കുറവാണ്. 7 കുറവ്. ഇതാണ്ട്. ഇത് നോക്കിക്കോ, ഈ കിടക്കുന്ന +2ഉം ഈ കിടക്കുന്ന -2 കളഞ്ഞോ? ഇനിയൊന്നും ഇല്ല വെട്ട. നോക്കിക്കോണേ, ഈ +6ഉം -3ഉം കൂടെ ചേർന്ന് എത്ര? +6ഉം -3ഉം കൂടെ ചേർന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതീന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക, അല്ലേ? സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതീന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 6ന്ന് 3 കുറച്ചാൽ എത്ര? 6ന്ന് 3 കുറച്ചാൽ 3, വലുതിന്റെ ചിഹ്നം പ്ലസ്. അങ്ങനെ ഇവന്മാര് രണ്ടുപേരൂടെ ചേർന്നപ്പോൾ ഉത്തരം എന്ത് കിട്ടി? +3. ഇനി 11 കൂടെ ഉണ്ട്. ആണ്ടേ, ആ -7 കൂടെ ഉണ്ട്, അവനെയും കൂടെ ചേർത്ത് വെക്ക്. അപ്പൊ നമ്മൾ പറയും +3ഉം -7ഉം കൂടെ ചേർന്നാൽ സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമായത് കൊണ്ട്
വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. 7ന്ന് 3 കുറച്ചാൽ 4, വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നത്, മിച്ചമായിട്ട് നിൽക്കുന്നത്, ബാക്കി നിൽക്കുന്നത്, ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് -4. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വരേണ്ടത് ആരായിരിക്കും? എടാ ഇവിടെ -4, അപ്പൊ ഇവിടെ വരേണ്ടവൻ ആരാ? +4. +4 ഇവിടെ വരേണ്ടത്. +4 അതായത് ആക്ച്വൽ നമ്പറിനേക്കാൾ 4 കൂടുതൽ, ആക്ച്വൽ നമ്പറിനേക്കാൾ 4 കൂടുതൽ. ആക്ച്വൽ നമ്പർ എത്ര? 16. അപ്പൊ അവിടെ വരേണ്ട സംഖ്യ എത്ര? 16 4 20. ആൻസർ 20. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇടാം. അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. എന്താണ് ഇത്? നിങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് ചെയ്ത് ആൻസർ പറയണം. ശരാശരി എത്ര? ശരാശരി 45. അപ്പോൾ അവിടെ വരേണ്ട ഓരോ സംഖ്യയും 45 ആണെന്നാണ് അതിന്റെ അർത്ഥം. ആണേ? സംഖ്യകൾ ഏതൊക്കെയാ? ഒരുത്തൻ 41, അടുത്തവൻ 32, അതിനടുത്തവൻ 55, അതിനടുത്തവൻ Y, അതിനടുത്തവൻ 48. ഇതൊക്കെയാണ് സംഖ്യകൾ. ശരാശരി 45 ആയതുകൊണ്ട് അവിടെ വരേണ്ട ഓരോ സംഖ്യയും 45 ആണേ. 45 വരേണ്ടതിന് പകരം 41 വന്നതെങ്കിലോ? 4 കുറവല്ലേ? 4 കുറവ്. അപ്പൊ ഇവിടെ 4 കുറവാ. ആണേ? സെറ്റ്. 45 വരേണ്ടതിന് പകരം 32 വന്നതെങ്കിലോ? 13 കുറവല്ലേ? 13 കുറവാണ്. 13 കുറവാണ്. 13 കുറവാണ്. ആണേ? 45 വരേണ്ടതിന് പകരം 55 വന്നെങ്കിലോ? എടാ 45 വരേണ്ടതിന് പകരം 55 വന്നെങ്കിലേ മക്കളെ 10 കൂടുതലല്ലേ? 10 കൂടുതലാ. അപ്പൊ ഇവിടെ 10 കൂടുതലാ. ആണേ? ഇനി ഇവനെ നമുക്കറിയില്ല. 45 വരേണ്ടതിനു പകരം 48 വന്നതെങ്കില് 3 കൂടുതലാ. കണ്ടോ? 45 വരേണ്ടതിന് പകരം 48 വന്നതെങ്കില് 3 കൂടുതലാ. ആണേ? ഇതാ പിടിച്ചു. ഈ +10 ഈ +3 കൂടെ ചേർന്നാൽ എത്ര? +10 +3 കൂടെ ചേർന്നാൽ +13. ആ +13 ഈ കിടക്കുന്ന -13 കൂടെ കളഞ്ഞോ? ബാക്കി എന്നാ ഉണ്ട്? -4. ബാക്കി -4. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും +4 അല്ലേ? എങ്കിലല്ലേ വെട്ടിക്കളയാൻ പറ്റത്തുള്ളൂ, ഈക്വൽ 0 ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ +4. അവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ +4. +4 എന്ന് പറഞ്ഞാല് ആക്ച്വൽ നമ്പറിനേക്കാൾ 4 കൂടുതൽ. ആക്ച്വൽ നമ്പർ എന്ന് പറഞ്ഞാൽ 45. അപ്പൊ അവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാല് 45ന്റെ കൂടെ 4 കൂട്ടിക്കോ. 45ന്റെ കൂടെ 4 കൂട്ടിയാൽ 49. ആൻസർ 49. പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ക്ലിയർ ആണേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പതിയെ പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 104നും 148നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ആവറേജ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 104 ആൻഡ് 148. 104നും 148നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ആണേ? അപ്പൊ നിങ്ങൾ ആലോചിക്കണം മക്കളെ. 104നും 148നും ഇടയിൽ എന്ന് പറഞ്ഞാൽ ആ സംഖ്യകൾ പരിഗണിക്കാൻ പാടില്ല. ഇടയിൽ, ഇതിനിടയിൽ. അപ്പൊ ഇത് രണ്ടും പരിഗണിക്കരുത്. അപ്പൊ ഏതൊക്കെയാ? 106, 108, 110 അങ്ങനെ പോണം. എവിടം വരെ പോണം? 148 പിടിക്കാൻ പാടില്ല. 146 വരെ പറ്റത്തുള്ളൂ. കണ്ടോ? ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. അങ്ങനെ സമാന്തര ശ്രേണിയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂട്ടുക, പകുതി എടുക്കുക. ആദ്യ പദം 106,
അവസാന പദം 146. 146ഉം 106ഉം കൂടെ കൂട്ടിയാൽ 252 അല്ലേ? 252 അല്ലേ? ആ 252ന്റെ പകുതി 126. ഉത്തരം 126 എന്ന് വരും. സംഭവം സെറ്റല്ലേ? ഒന്നും കൂടെ. ആദ്യ പദം 106, അവസാന പദം 146 കൂട്ടുമ്പോൾ 252. 252ന്റെ പകുതി 126. ഇത്ര ഉള്ള പരിപാടി. ക്ലിയർ ആണേ? അങ്ങനെയാണെ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചു. 222 മുതൽ 250 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. 222 മുതൽ ഫ്രം 222 to 250 ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. 222 മുതൽ 250 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. തുടങ്ങിക്കോ. 222 തുടങ്ങിക്കോ. 222, 224 അങ്ങനെ പോയി 250 വരെ കണ്ടോ? ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. സമാന്തര ശ്രേണി അല്ലേ? വൈബില് പോട്ടെ, സമാന്തര ശ്രേണിയാണല്ലോ. അങ്ങനെ സമാന്തര ശ്രേണിയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടുക, പകുതി എടുക്കുക. ആദ്യ പദം 222, അവസാന പദം 250. 250ഉം 222ഉം കൂടെ കൂട്ടിയാൽ 472 അല്ലേ? 472. 472ന്റെ പകുതി എത്ര? 472ന്റെ പകുതി 236. സംഭവം കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളു പരിപാടി. ഇതിനൊക്കെ അല്പസമയം പോലും വേണ്ട, ഒറ്റ സെക്കൻഡിന് അടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇതൊക്കെ. ഇതാണ്ടേ അതേ മോഡലിൽ അതാണ്ട് ഇതുകൂടെ നോക്കിയേ. 113നും 159നും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് എത്ര? ഇതാണ് ചോദ്യം. ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 113 and 153. 113നും 159നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 113നും 159നും ഇടയിൽ അവതാണ്ടേ ഇടയിലാകുമ്പോൾ അത് രണ്ടും പരിഗണിക്കാൻ പാടില്ല. അപ്പോൾ 115, 117 അങ്ങനെ പോയി 157 വരെ പോവാം. ഇത്രയും സംഖ്യകളാണുള്ളത്. സമാന്തര ശ്രേണി ആയതുകൊണ്ട് ആദ്യ പദവും അവസാന പദവും കൂട്ടുക, പകുതി എടുക്കുക. ആദ്യ പദം 115, അവസാന പദം 157. കൂട്ടിക്കോ. 157ന്റെ കൂടെ 5 കൂട്ടിയാൽ 157ന്റെ കൂടെ 5 കൂട്ടിയാൽ 162. 162ന്റെ കൂടെ 10 കൂട്ടിയാൽ 172. അങ്ങനെ 172ന്റെ കൂടെ വീണ്ടും 10 കൂട്ടുവാണെങ്കിൽ 272. അല്ല, നിങ്ങൾ കൂട്ടിക്കൂ. അതാണ്ടേ 115ഉം 157ഉം കൂടെ കൂട്ടിയാൽ 7 5 12, 5 1 6 1 7, 1 1 2, 272 വരും. ആ 272ന്റെ പകുതി 272ന്റെ പകുതി എന്ന് പറഞ്ഞാല് 136. ആൻസർ 136. കണ്ടോ? ഇതാണ് ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമേ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ CSEB ക്ലർക്ക് ക്യാഷ്യർ ഉൾപ്പെടെയുള്ള വിവിധ ബോർഡുകൾ നടത്തുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയും ചോദ്യങ്ങളാണ്. ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഇനി നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്താടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? ഈ മാത്സിനകത്ത് ഏതെങ്കിലും ചോദ്യങ്ങൾ നമ്മൾ എക്സ് വെച്ച് ചെയ്തോ? നമ്മൾ പണ്ട് എക്സ് വെച്ചാൽ നമുക്ക് പേടിയാം. പണ്ട് മുതലേ നമുക്ക് മാത്സ് പേടിയാ. കാരണം എന്താ? എക്സിന്റെ കളികളാ, പലതും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ നമ്മളെല്ലാം ട്രിക്കുകളാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ 1000 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ
നിങ്ങൾ കണ്ണും പൂട്ടി പറയും 1000 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 1000 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ പറയും കണ്ണും പൂട്ടി 1001 എന്ന് പറയും. ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട്, അതായത് 500, അതിന്റെ കൂടെ 0.5 കൂട്ടി 500.5 എന്ന് പറയും. ഇത്തരത്തിലെ എളുപ്പ വഴികൾ ആണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾ പാലിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങുമ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പതിയെ പതിയെ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കറക്റ്റ് നമുക്ക് 6 മാസം കൊണ്ട് ഒരു സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. പക്ഷെ എല്ലാ ദിവസവും പഠിക്കണം. എല്ലാ ദിവസവും കൃത്യമായിട്ട് പഠിച്ച് അധ്യാപകർ പറയുന്ന ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത്, സപ്പോസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 2-3 മോഡൽ എക്സാമുകളും എഴുതി, അത് പിന്നെ ആഴ്ചകളിലെ റിവിഷൻ എക്സാമുകൾ നടത്തി മാസാവസാനം ഒരു OMR എക്സാം ഒക്കെ എഴുതി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മോഹം അല്ലെങ്കിൽ ആഗ്രഹം ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അത്തരത്തില് 6 മാസം കൊണ്ട് തുടക്കക്കാർക്ക്, അതായത് ഒന്നും അറിയാത്ത ആളുകളെ നിങ്ങളുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലർക്ക് ക്യാഷ്യറിന് വേണ്ടി മാത്രമായിട്ട് ഒരു ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, ഏറ്റവും പുതിയ ചോദ്യങ്ങളുടെ നിലവാരം ക്ലാസ്സിൽ പരിചയപ്പെടുത്തും. റീസെന്റ് ആയിട്ട് നടന്നുപോയ ബോർഡ് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങളെ പരിചയപ്പെടുത്തും. അതിനനുസരിച്ച് എന്തൊക്കെ പഠന മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത് എന്ന് പറഞ്ഞു തരാം. അതേപോലെ സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ലൈവ് ക്ലാസ്സുകളിൽ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും നേരിട്ട് അധ്യാപകരോട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആകാൻ സാധിക്കും. അതേപോലെ പതുക്കെ നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ഈ 6 മാസം കൊണ്ട് എൻറ്റയർ സിലബസ് പൂർത്തീകരിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് എക്സാം ഹാളിൽ കയറി വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുവാൻ സാധിക്കും. അത്തരത്തില് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പുതിയ ക്ലർക്ക് ക്യാഷ്യർ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കക്കാർക്ക് എല്ലാവർക്കും കണ്ടോ, ഇപ്പൊ നമ്മൾ മാത്സ് പഠിച്ചത് കണ്ടോ, ഇതുപോലെയാണ് മാത്സിലെ ഓരോ ടോപ്പിക്കുകൾ നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്നും അറിയത്തില്ല സാറേ 5 3 കൂടെ കൂട്ടി എത്ര എന്ന് ചോദിച്ചാല് 6 7 8 ഈ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോലും മാത്സിനകത്ത മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പതിയെ എളുപ്പ വഴികൾ മാത്രം ആയിരിക്കും ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഇത്തരം ബാച്ചുകളിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അതേപോലെ മാത്സ്, ഇംഗ്ലീഷ്, GK വിഷയങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരമാവധി അവിടുന്ന് 30 മാർക്കിനകത്തുനിന്ന് നിങ്ങൾക്കൊരു 28-27 മാർക്ക് സ്കോർ ചെയ്യുന്ന ലെവലിലേക്ക് പഠന നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങളെ ഒരു മെന്റർ 24 മണിക്കൂർ മോണിറ്റർ ചെയ്യും. ആ മെന്റർ പറയുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളിൽ മാറ്റം വരുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മെന്ററുമായിട്ട് സംസാരിച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകൾ തയ്യാറെടുക്കുന്ന തുടക്കക്കാർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള എല്ലാ സംശയങ്ങളും താഴെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ. അതിനകത്തേക്ക് നിങ്ങൾ കടന്നു പോയിട്ട് അവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങളെല്ലാം തീർച്ചയായിട്ടും ലൈവിലോ അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടോ അധ്യാപകർ വന്ന് കൃത്യമായിട്ട് നിങ്ങളെ അത് പറഞ്ഞു തരും. നിങ്ങൾക്ക് ആ ഡയറക്ഷൻ കൃത്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ഈ ഒരു യാത്ര വളരെ സുഗമമാക്കുവാൻ സാധിക്കും. അപ്പൊ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നീങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകും. സോ വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ നീങ്ങട്ടെ. അപ്പൊ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ സജഷൻസും അതേപോലെ നിങ്ങളുടെ എല്ലാ റിക്വയർമെന്റ്സും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പൊ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടതിൽ വലിയ സന്തോഷം. മറ്റൊരു സെഷന് വീണ്ടും കാണാം. ബൈ.